أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحادث العميم ولن يضيق رسول الله جاهك بي إذا الكريم تحلى باسم منتقم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم. يا نفس لا تقنطي من زلة عظومات إن الكبائر في الغفران كالأمام. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم. يا ربي واجعل رجائي غير منعكسين لديك واجعل حسابي غير منخرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. والطف بعبدك في الدارين إن له صبرا ما تدعه الأهوال ينهزمي. وإذا لصحبي صلاة منك دائمة على النبي بمنهل ومنسجم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقاء والحلم والكرم. ما رنحت عذبا الباني ريح صبا وأطرب العسها للعيسي بالنغم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. سعد سعيد زبيد طلحة وأبي عبيدة وابن عوف عشير الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. يا ربي بالمصطفى
بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഇൻ്റെ ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ കടന്നു വന്ന പരിശുദ്ധ റബീഅ്. ആ പേര് പോലെ തന്നെ ആ മാസം വല്ലാത്തൊരു സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ മാസമാണ്. കാരണം ആ മാസത്തിലാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജന്മം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മഹത്തായ സ്ഥാപനമായ മൻശഉ ദഅവത്തി സുന്നിയ ഈ മൗലിദ് പരിപാടികൾ, റബീഇൻ്റെ പരിപാടികളൊക്കെ വളരെ ആവേശത്തോടുകൂടെ ഏറ്റെടുത്ത് വളരെ ഭംഗിയാക്കി ഓരോ വർഷവും നടത്താറുണ്ട്. ഈ വർഷവും നമ്മൾ വിപുലമായി കൊണ്ട് തന്നെ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് മീലാദ് മഹർജാൻ എന്ന പേരിൽ മദ്ഹുർ റസൂൽ പ്രഭാഷണങ്ങൾ വ്യത്യസ്ത ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കമെന്നോണം ഇന്നലെ നമ്മുടെ സ്ഥാപനത്തിലെ മുദരിസ് നമ്മോട് സംവദിച്ചു. ഇന്നും ഇൻഷാ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആ ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയം സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്, അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ
അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ മുത്തുനബി തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച്, മുത്തുനബി തങ്ങളുടെ വരവിനെക്കുറിച്ച് സൂചിപ്പിച്ചത് തന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. വമാ അർസൽനാക നബിയെ, തങ്ങളെ നമ്മൾ അയച്ചിട്ടില്ല, ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ആലമിന് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ, കാരുണ്യമായിട്ടല്ലാതെ തങ്ങളെ നമ്മൾ നിയോഗിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. ഈ ഒരു ഭാഗം തന്നെ നോക്ക്. നമ്മുടെ മുത്തുനബി തങ്ങളുടെ വിശാലമായ സ്വഭാവം, എല്ലാവർക്കും അനുഗ്രഹം. അവിടെ അല്ലാഹു കൊണ്ടുവന്ന പദം അൽ ആലം എന്നാണ്. ആ അല്ലാഹു കൊണ്ടുവന്നത് ആലം എന്ന് പറഞ്ഞാൽ മാ സിവൽ ബാരി, അല്ല എല്ലാത്ത മുഴുവൻ വസ്തുക്കൾക്കും ആലം എന്ന് പറയാമല്ലോ. ആ ഒരു പദത്തിൻ്റെ വ്യാപ്തിയിൽ വരുന്നത് മുഴുവൻ, അല്ലാത്ത മുഴുവൻ കാര്യം, മുഴുവൻ വസ്തുക്കൾക്കും അനുഗ്രഹമായിട്ടാണ് ലോകത്തേക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. അത് മുസ്ലിമായ ആളുകൾക്ക് മാത്രമല്ല, അമുസ്ലിമിന് മാത്രമല്ല, മൃഗങ്ങൾക്ക്, അതാ മനുഷ്യേതര വസ്തുക്കൾക്ക് മാത്രമല്ല, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മുഴുവൻ വസ്തുക്കൾക്കും കാരുണ്യമാണ്. അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ പറയാനുണ്ടല്ലോ. അല്ലാഹു മറ്റൊരു സ്ഥലത്ത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്ത നാമം എന്താണെന്നറിയോ? സൂറത്തു തൗബയുടെ അവസാനത്തെ ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിശേഷണം പറയുകയാണ്, മൗലിദ് പറയുകയാണ്. മൗലിദ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മൗലിദുണ്ടല്ലോ, അല്ലാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ റസൂലിന് കൊടുത്ത പേരാണ് റഊഫുർ റഹീം. കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. അല്ലാഹുവിൻ്റെ അതേ വിശേഷണമാണ് റഹീം എന്ന പേര്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീം എന്ന അല്ലാഹുവിൻ്റെ പേര്, ആ പേര് പോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു കൊണ്ടുവരുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ റഹീമാണ്, വല്ലാത്ത റഹ്മത്ത് ചെയ്യുന്ന ആളാണ്, വല്ലാത്ത കാരുണ്യം കാണിക്കുന്ന ആളാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞത്, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിതങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്, നബിതങ്ങളുടെ വിശാലത എത്രയാണ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കഴിഞ്ഞു. നബിയേ, തങ്ങൾ ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്, ഖുലുഖുൻ അദീമാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, എല്ലാവർക്കും അനുഗ്രഹം ചെയ്യാനുള്ളൊരു മനസ്സ്, ആരോടും ദേഷ്യമില്ലാത്തൊരു മനസ്സ്, ആരോടും വെറുപ്പില്ലാത്തൊരു മനസ്സ്, എല്ലാവർക്കും നല്ലത് വരണമെന്ന് ചിന്തിച്ച ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി. ആ വിശാലമായ ആ സ്വഭാവത്തിൽ എത്ര ആളുകളാണ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത്. അവിടുത്തെ കാരുണ്യം കൊണ്ട്, അവിടുത്തെ സ്വഭാവം കണ്ടുകൊണ്ട് എത്ര ആളുകളാണ് ഇസ്ലാം മതത്തിൻ്റെ ആ ശാദ്വര തീരത്തേക്ക് കടന്നു വന്നത്. സുബ്ഹാനല്ലാഹ്.
വലൗ കാന ഫല്ലൻ ഗലീദൽ ഖൽബ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹൃദയമെങ്ങാനും കാർക്കശ്യമുള്ള കടുത്ത ഹൃദയമായിരുന്നുവെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക, നബി തങ്ങളുടെ കൂടെ നിൽക്കാൻ, നബി തങ്ങളുടെ ചുറ്റുപാടിൽ നിൽക്കാൻ ഒരാളെയും കിട്ടൂലായിരുന്നു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ വിശാലമായ സ്വഭാവത്തിന് റഹീം എന്ന് പറയുന്ന ആ ഒരു പദം, അതിൻ്റെ വ്യാപ്തിയാണ് അവിടുത്തെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അത് സദാത് മുസ്ലിമീൻ അവിടുത്തെ വിശ്വസിച്ചവർക്ക് മാത്രമല്ലല്ലോ, അവിടുത്തെ വിശ്വസിച്ചവർക്ക് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ എത്ര കാലമാണ് അബൂജഹൽ അല്ലാഹുവിൻ്റെ റസൂലിനെ അതാ തെറി വിളിച്ചിട്ടുണ്ടല്ലോ, കളിയാക്കിയിട്ടുണ്ടല്ലോ. അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഒരു ദിവസം ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല അതാ അല്ലാഹുവിൻ്റെ റസൂല് നിസ്കരിക്കുന്ന സമയത്ത്, നമുക്കറിയാലോ പ്രശസ്തമായ സംഭവമാണല്ലോ, കിതാബുകളിൽ മഹാന്മാർ ഉദ്ധരിച്ചതാണ്. ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല അവിടുത്തെ ഷറഫാക്കപ്പെട്ട പിരടിയിൽ കൊണ്ടുവന്ന് ചാർത്തിയപ്പോ അവിടുന്ന് പ്രതികരിച്ചില്ലല്ലോ, അവരോട് മുഖം കറുപ്പിച്ചില്ലല്ലോ, അവരോട് ദേഷ്യപ്പെട്ടില്ലല്ലോ. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. തങ്ങൾ അവിടുത്തെ സ്വഭാവ മഹിമ, അത് കാരുണ്യത്തിൻ്റെ, അത് കൃപയുടെ റഹ്മത്തിൻ്റെ സ്വഭാവമാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിൻ്റെ റസൂല് അവിടുന്ന് ഒരുപാട് സംഭവങ്ങൾ അതിന് ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയും. അവിടുന്ന് സ്വന്തം നാട്ടുകാരൊക്കെ അവർ ഊരുവിലേക്ക് കൽപ്പിച്ചപ്പോൾ സ്വന്തം നാട്ടുകാർ റസൂലുള്ളാഹി തങ്ങളെ എല്ലാ നിലക്കും ഒറ്റപ്പെടുത്താൻ വന്നപ്പോൾ അവിടുത്തെ തണിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അവിടുത്തെ എല്ലാ കാവലുകളും അഭയവും നഷ്ടപ്പെട്ടു പോയപ്പോ ഉമ്മയുടെ വീടായ ത്വായിഫിലേക്ക് പോയപ്പോ ത്വായിഫുകാർ സ്വീകരിക്കുന്നതിന് പകരം അവിടുന്ന് കളിയാക്കുകയാണ്, കല്ലെറിയുകയാണ്, തെറി വിളിക്കുകയാണ്. ഒരു നിലക്കും എല്ലാ നിലക്കും പ്രയാസപ്പെട്ടപ്പോ സുബ്ഹാനല്ലാഹ് ഒരഭയത്തിന് വേണ്ടി ത്വായിഫിലേക്ക് പോയതാണ്. അവിടെയുള്ള ജനങ്ങൾ നബി തങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു പോയി. വിഷമിച്ച് എത്രയായിരിക്കും ആ വിഷമം. സുബ്ഹാനല്ലാഹ്. സ്വന്തം നാട്ടിൽ നിന്ന് ഏതായാലും സമാധാനം അവർ തരുന്നില്ല. എന്തിൻ്റെ പേരിലാണ്? സത്യമതം തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ്. നുബുവത്തിന് ശേഷം അവിടുന്ന് സുബ്ഹാനല്ലാഹ് അവിടുന്ന് ആ മതത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതുവരെ അവർക്ക് ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാ നിലക്കും സമാധാനം കെടുത്തിയപ്പോ അവിടുന്ന് നേരെ സമാധാനം കിട്ടുമെന്ന് കരുതിയിട്ട് ത്വായിഫിലേക്ക് പോയതാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് സ്വീകരിക്കുന്നതിന് പകരം അതാ നബി തങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു എന്ന് മാത്രമല്ല അവിടുന്നും പുറത്താക്കുന്നു. നബി തങ്ങൾ അതാ തിരിച്ചു വന്നിട്ട് വഴിയിലിരിക്കുകയാണ്, വല്ലാതെ ദുഃഖിതനാണ്. ആ സമയം ഒന്ന് നോക്ക് നിങ്ങൾ, മനസ്സൊന്ന് നോക്ക് നിങ്ങൾ. നിബിതങ്ങളുടെ കാരുണ്യത്തിൻ്റെ സ്പർശമാണ്, നിബിതങ്ങളുടെ കാരുണ്യത്തിൻ്റെ ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഉടനെ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് പറയാണ്, നബിയേ തങ്ങൾ അവർ സ്വീകരിച്ചില്ല അല്ലേ, അവർ വല്ലാതെ ഉപദ്രവിച്ചു അല്ലേ, തങ്ങളൊന്ന് സമ്മതം തന്നാൽ ഈ കാണുന്ന പർവ്വതം ഞങ്ങൾ ത്വായിഫുകാരുടെ ആ നാട്ടുകാരുടെ മുകളിലേക്ക് മറിച്ചിടട്ടെയോ.
അള്ളാഹു പറഞ്ഞയച്ചതാണ് ഞങ്ങളെ, തങ്ങൾക്ക് സമ്മതമാണോ? എന്താണ് അവിടുന്ന് പറഞ്ഞത്? വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്, വല്ലാതെ മനസ്സ് വല്ലാതെ വേദനിച്ചൊരു സമയമാണ്, തിരിച്ചടിക്കാൻ ഒരു അവസരം കയ്യിൽ വന്നതാണ്. ആ സമയത്ത് പറഞ്ഞുപോയി, മലക്കുകളെ, ഇവരൊന്നും അറിയാത്തവരാണ്, ഇവരെ ഒന്ന് വെറുതെ വിട്ടോ. സുബ്ഹാനല്ലാഹ്, ആ ത്വായിഫുകാർക്ക് മാപ്പ് കൊടുത്തു ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തിൻ്റെ സ്പർശനമാണ്. അത് കിട്ടാത്തവരായി ആരുമില്ലല്ലോ. ഇനി നോക്ക് നിങ്ങൾ, മൃഗങ്ങളോട് നബിതങ്ങൾ കാണിച്ച കാരുണ്യം എത്രയാണ്. അതാ ഒരു ദിവസം നബിതങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു അഅറാബി വരുന്നു. ആ അഅറാബിയുടെ കയ്യിൽ ഒരു മാൻപേടയുണ്ട്. ആ മാൻപേടയെ വേട്ടയാടിയിട്ടാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്, ആ മാൻപേട റസൂലുള്ളാഹിനോട് പറയാണ്, യാ റസൂലല്ലാഹ്, ഈ മനുഷ്യൻ എന്നെ വേട്ടയാടി നബിയേ, എനിക്ക് 2 മക്കളുണ്ട് നബിയേ, പാല് കുടിക്കുന്ന 2 മക്കളുണ്ട്, അവര് വിശന്നിട്ടുണ്ടാകും, കാരണം എനിക്ക് പാല് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടല്ലോ. ഞാനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലാ. ഓ നബിയേ, ഞാൻ അവിടേക്ക് പോയിട്ട് തിരിച്ചു വരാ, ഞാൻ എൻ്റെ കുട്ടികൾക്ക് പാല് കൊടുത്തിട്ട് തിരിച്ചു വരാ നബിയേ, എനിക്കൊന്ന് സമ്മതം വാങ്ങിത്തരൂ. ഈ മാൻപേടക്കറിയാ, ഇത് കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്, ഇത് സമാധാനത്തിൻ്റെ വാഹകനാണ്. ആര് പറഞ്ഞു കൊടുത്തതാണ് ഈ മാൻപേടക്ക്? മാൻപേട അതാ റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിരിക്കാറില്ലല്ലോ, പക്ഷേ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാണല്ലോ നബിതങ്ങൾ കടന്നു വന്നത്. ആ മാൻപേട നബിതങ്ങളുടെ മുന്നിൽ വെച്ച് കരഞ്ഞപ്പോ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അഅറാബിയോട് പറഞ്ഞു, മോനെ, ഇതിനെ നീ വിട്ടയക്കുമോ? ഈ അഅറാബി അതിനെ വിട്ടയക്കുകയാണ്. ആ മാൻപേട അതാ കുഞ്ഞുങ്ങൾക്ക് ഒരല്പസമയം കഴിഞ്ഞപ്പോ വാക്ക് പാലിക്കുകയാണ്. അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തിട്ട് തിരിച്ചു വന്നു. ഉടനെ അല്ലാഹുവിൻ്റെ റസൂല് ചോദിച്ചു, മോനെ, ഈ നീ അതിനെ എനിക്ക് വിൽക്കുമോ? നീ ഇതിനെ എനിക്ക് വിൽക്കുമോ മോനെ എന്ന് ചോദിച്ചപ്പോ ആ അറാബിയായ മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇതിനെ തങ്ങൾക്ക് തന്നിരിക്കുന്നു നബിയേ. ആ സമയത്ത് റസൂലുള്ള അതിനെ വാങ്ങിച്ചിട്ട് അതിനെ പറഞ്ഞയക്കുകയാണ്. വെറും മനുഷ്യരോട് മാത്രമല്ല കാരുണ്യം കാണിച്ചത്, മൃഗത്തിനോട്, മിണ്ടാ പ്രാണിയായ മൃഗത്തിനോടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യം കാണിച്ചു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടിട്ടില്ല വളരെ പ്രശസ്തമായ സംഭവങ്ങൾ ധാരാളം. അതുകൊണ്ടല്ലേ നബിതങ്ങളെ തെറി വിളിച്ചവർ, നബിതങ്ങളെ കളിയാക്കിയവർ, നബിതങ്ങളെ കുറിച്ച് മോശമായി കവിത എഴുതിയവർ, അങ്ങനെ ഒരു നിലക്കും എല്ലാ നിലക്കും പ്രയാസപ്പെടുത്തിയപ്പോ കഅബ് ഇബ്നു സുഹൈർ തങ്ങളെ കൊല്ലാനുള്ള അതാ ഒരു പ്രഖ്യാപനം വന്നു.
കഅബ് ബിൻ സുഹൈർ തങ്ങൾ നല്ല പാട്ടുകാരനാണ്, നിമിഷക്കവിയാണ്. എല്ലാ നിലക്ക് പെട്ടെന്ന് കവിത എഴുതാൻ കഴിയും. റസൂലുള്ളാഹിനെ കുറിച്ച് മോശമായ രൂപത്തിൽ കവിത എഴുതിയിരുന്നു. ആ കവിതക്ക് വല്ലാത്ത പ്രശസ്തി ഉള്ള സമയമായിരുന്നല്ലോ അന്ന് മക്കയിൽ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കഅബിൻ്റെ തലയെടുക്കാൻ. അവസാന സമയം അത് അത്രയും സമാധാനം കേട്ടപ്പോൾ പറഞ്ഞു പോയതാണ്. പക്ഷേ ഈ വാർത്ത കഅബ് ബിൻ സുഹൈർ തങ്ങൾ അറിഞ്ഞപ്പോ അതാ അവിടുന്ന് പ്രച്ഛന്ന വേഷനായിട്ട് റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് അഭയം തേടി വരുന്നു. കൊല്ലാൻ വേണ്ടി അതാ അനുവാദം കൊടുത്ത അത് പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ് ഈ വരുന്നത്. അവിടുന്ന് ചോദിച്ചു, നബിയേ, തങ്ങളുടെ അടുക്കലേക്ക് കഅബ് വന്നാ തങ്ങൾ മാപ്പ് കൊടുക്കുമോ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മാപ്പ് കൊടുക്കും. കാരണം ഇത് സമാധാനത്തിൻ്റെ മതമാണ്, ഇത് സമാധാനത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മതമാണ്. ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല, എല്ലാവർക്കും സ്വാഗതമാണ്. സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് വേഷം മാറ്റി മുഖപടം മാറ്റിയിട്ട് പറയുന്നു, ഞാൻ കഅബാണ് നബിയേ. അതാ അനുചരന്മാർ വാളെടുത്ത് ചാടി വീണുപോയി. കാരണം തലയെടുക്കാൻ പറഞ്ഞതല്ലേ, നേരെ മുന്നിലല്ലേ പ്രതി വന്ന് നിൽക്കുന്നത്. വാളെടുത്തു പോയി. അല്ലാഹുവിൻ്റെ റസൂല് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ അരുതു മക്കളെ, കാരണം കഅബ് ഇപ്പൊ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, മാപ്പ് കൊടുത്തോളൂ. എത്രയാണ് ആ വിശാലമായ ജീവിതത്തിൽ നിന്ന് ആ കാരുണ്യത്തിൻ്റെ സ്പർശം കൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന ചരിത്രം എത്രയാണ്. മഹാനായ സുറാഖത്ത് ബിൻ മാലിക്കിൻ്റെ പ്രശസ്തമായ സംഭവമുണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം. അവിടുന്ന് ഹിജറയിൽ റസൂലുള്ളാഹിനെ പിന്തുടർന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ തലയെടുക്കുന്നവർക്ക് ഒട്ടകങ്ങൾ ഇനാമ് പ്രഖ്യാപിച്ചു. ആ സമയത്തലാ സുറാഖത്തിന്റെ മുന്നിലൂടെ അള്ളാഹിന്റെ റസൂലും സിദ്ദീഖ് തങ്ങളും ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ചെയ്യുകയാണ്. ആ സമയത്താണ് വാർത്ത വരുന്നത്, മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക് 100 ഒട്ടകമാണ് ഇനാമ് പ്രഖ്യാപിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, കിട്ടിയ ചാൻസ് അല്ലേ. ഒട്ടകത്തിനൊക്കെ എന്താണ് വില? 100 കിട്ടുമ്പോൾ എത്രയാണ്? കോടിക്കണക്കിന് രൂപയല്ലേ കിട്ടുന്നത്. ഒട്ടകത്തിന് അതാ മക്കയിൽ വലിയ പ്രശസ്തിയല്ലേ ആ വാഹനം. ഒട്ടകം എന്ന് പറയുന്ന വാഹനം അതാണല്ലോ അവർ യാത്രയിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. സുബ്ഹാനല്ലാഹ്, കിട്ടിയ ചാൻസ് ഉപയോഗിച്ചിട്ട് സുറാഖത്ത് റസൂലുള്ളാഹിനെ പിന്തുടരുന്നു. ഊരിപ്പിടിച്ച വാളുണ്ട് കയ്യിൽ. ഇതിങ്ങനെ കാണുകയാണ് റസൂലുള്ളാഹിന്റെ റദീഫായ, റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനായ റഫീഖായ സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാണ്. അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സുറാഖ് നമ്മളെ പിന്തുടരുന്നുണ്ടല്ലേ നബിയേ. ആരും കാണാതെയാണ് ഹിജറ പുറപ്പെടുന്നത്, കാരണം രഹസ്യമായിട്ടാണല്ലോ യാത്രയുണ്ടായത്. പക്ഷേ സുറാഖയുടെ കണ്ണിൽ വെട്ടല്ലോ. എന്തു ചെയ്യാനാണ്? റസൂലുള്ള സമാധാനിപ്പിക്കുന്നു, സിദ്ദീഖ് നീ പേടിക്കേണ്ടതില്ല, അള്ളാഹു പറഞ്ഞിട്ടല്ലേ നമ്മൾ യാത്ര പോരുന്നത്, അള്ളയല്ലേ നമ്മളെ സംരക്ഷിക്കുന്നത്, പേടിക്കേണ്ടതില്ല. സിദ്ദീഖ് തങ്ങൾക്ക് അവിടുത്തെ ശരീരമല്ലേ പേടി, അവിടുന്ന് പേടി റസൂലുള്ളാഹിക്ക് വല്ലതും സംഭവിച്ചാൽ അത് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അടുത്തടുത്ത് വരുന്നു സുറാഖ, വാളുണ്ട് കയ്യിൽ. അല്ലാഹ്, വല്ലാത്തൊരു സാഹചര്യമാണ്. മുന്നിലേക്ക് വരുന്നു ചീറിപ്പായുന്ന ഒട്ടകവുമായിട്ട് റസൂലുള്ളാഹിന്റെ ഒട്ടകത്തെ അറ്റാക്ക് ചെയ്യുന്നു. അതിനെ മറികടന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ നേരെ ഊരിപ്പിടിച്ച വാളുകൊണ്ട്
വെട്ടാനുള്ള ശ്രമം നടത്തിയപ്പോ സുറാഖയുടെ ഒട്ടകത്തിന്റെ കാല് അല്ലാഹു അതാ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. ആ സമയത്ത് ഇസ്തിഗാസ ചെയ്യാണ്, മുഹമ്മദേ എന്നെ ഒന്നൊഴിവാക്ക്, മുഹമ്മദേ ഞാൻ നിരപരാധിയാണ്, ഒഴിവാക്കൂ എന്ന് പറഞ്ഞു. ഒഴിവാക്കുന്നു. ഒട്ടകം പഴയതുപോലെ വരുന്നു. വീണ്ടും അതാ ഒരു ശ്രമം കൂടെ വെട്ടാനുള്ള ശ്രമം നടത്തുകയാണ്. ആ സമയത്തും കാല് താഴേക്ക് പോകുന്നു. 3 തവണ സുറാഖക്ക് മാപ്പ് കൊടുത്തുവോ. പിന്നീട് ആ സുറാഖത്ത് ബിൻ മാലിക് തങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്ന സംഭവമുണ്ട്. ഞാനിത് പറഞ്ഞത് എന്തിനാണ്? വാളെടുത്തിട്ട് നേരക്ക് വാളെടുത്ത് വെട്ടാൻ വേണ്ടി കഴുത്തിലേക്ക് വീശിയപ്പോഴും അവിടുന്ന് മാപ്പ് കൊടുത്തൊരു നേതാവ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് കേട്ടോ. ആ കാരുണ്യം ഇവിടെ വെച്ച് തീരോ മുഅ്മിനീങ്ങളെ? നമ്മളോടെത്രയാണ് കൃപ കാണിച്ചത്, നമ്മളോടെത്രയാണ് കാരുണ്യം കാണിച്ചത്. ആ തങ്ങളില്ലെങ്കിൽ നമ്മളില്ലല്ലോ, നബി തങ്ങളില്ലെങ്കിൽ നമ്മളില്ല, ലോകമില്ല. നമുക്ക് സ്വർഗമുണ്ടെന്ന് പറഞ്ഞു തന്നതാരാണ്? ഹബീബ് റസൂലുള്ളാഹി. നമുക്ക് നരകമുണ്ടെന്ന് പറഞ്ഞു തന്നതാരാണ്? മഹ്ശറയുണ്ടെന്ന് പറഞ്ഞു തന്നതാരാണ്? നരകത്തിലെ തീയിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. പരിചയപ്പെടുത്താന്ന് മാത്രമല്ല, ഞാനതാ എൻ്റെ ജോലി എന്താണെന്നറിയോ? വലിയൊരു തീക്കുണ്ടാരം കത്തിച്ചു. അതിലേക്ക് വരുന്ന പാറ്റകളൊക്കെ, അതിലേക്ക് വീഴുന്ന പ്രാണികളെ, പാറ്റകളെയൊക്കെ തടുത്തു നിർത്തുന്ന ഒരാളില്ലേ? അതുപോലെയാണ് ഞാൻ. കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് വീഴുന്ന എൻ്റെ പാവപ്പെട്ട സമുദായമില്ലേ, അവരെ തടഞ്ഞു നിർത്തുന്നവനാണ് ഞാൻ. നിങ്ങൾ നരകത്തിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്, പക്ഷേ ഞാൻ അതിൽ നിന്ന് നിങ്ങളെ മാറ്റുകയാണ്. അവിടുത്തെ കാരുണ്യം ഇവിടം കൊണ്ട് തീരുന്നതല്ല. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് യാത്ര പോകുമ്പോ വല്ലാത്തൊരു യാത്രയാണല്ലോ അത്, വല്ലാത്തൊരു പോക്കാണല്ലോ അത്. സുബ്ഹാനല്ലാഹ്, മരണം വരുന്നു. ആ മരണത്തോടുകൂടെ നമ്മുടെ ലോകം മാറുന്നു. നമ്മൾ ഖബറിലേക്ക് ചെല്ലുന്നു. ആ ഖബറിൽ കുറെ കാലം കിടന്ന് പിന്നെയുണ്ട് റബ്ബ്. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ രംഗങ്ങളൊക്കെ മാറുകയാണ്. ഏറ്റവും കൂടുതൽ സഹായം കിട്ടേണ്ട സ്ഥലം തന്നെ. എല്ലാവരും പ്രയാസത്തിലുള്ള സമയം, എല്ലാ പ്രവാചകന്മാരും ബേജാറിലാകുന്ന സമയം. സുബ്ഹാനല്ലാഹ്, ആരും ആരെയും തിരിഞ്ഞു നോക്കാൻ അവർക്ക് നേരല്ല. ആരും അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം എല്ലാവരും നഫ്സി നഫ്സിയാ. എൻ്റെ കാര്യത്തിലാണ് എനിക്ക് ബേജാറ്. എൻ്റെ സ്വന്തം ഉപ്പയുണ്ടവിടെ, തിരിഞ്ഞു നോക്കുന്നില്ല. എൻ്റെ ഭാര്യയുണ്ടവിടെ, തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം എല്ലാവരും ബേജാറിൽ ഉള്ള സമയമാണ്. മഹ്ശറയാണ് രംഗം കേട്ടോ. അവിടെ നമ്മൾ ആര് രക്ഷിക്കാനാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹായം വേണം. അവിടുത്തെ കാരുണ്യം വേണം. അവിടുന്നാണ് അധികാരം, അല്ലാഹു അവിടുത്തേക്ക് അധികാരം കൊടുക്കുന്നത്, അവിടുത്തേക്ക് കിരീടം കൊടുക്കുന്നത്, അവിടുത്തേക്ക് സിംഹാസനം കൊടുക്കുന്നത്. അവിടെയും രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ടല്ലേ ഉമ്മ
ഉമ്മത്തിന്റെ കാര്യത്തിൽ റസൂലുള്ള ബേജാറായി പോയി, ഉമ്മത്തിന്റെ കാര്യത്തിൽ വല്ലാതെ വിഷമിച്ചു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, മഹാന്മാരി ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലാഹുവിൻ്റെ റസൂല് അതാ അവിടുന്ന് നബിതങ്ങൾ ഓതുകയാണ്. ഖൗലല്ലാഹി അസ്സ വജല്ല ഫീ ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ അല്ലാഹു ഓതിയ ആ ആയത്ത്, അല്ലാഹു പറഞ്ഞ വിഷയം നബിതങ്ങൾ പറയാണ്, റബ്ബി ഇന്നഹുന്ന അളലന കസീറൻ മിനൻ നാസി ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, അവരക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നോട് പിൻപറ്റിയവരും അവരിലുണ്ടല്ലോ, ജനങ്ങളിൽ നിന്ന് എന്നോട് പിൻപറ്റിയവരുണ്ട്. ഫഇന്നഹു മിന്നി, അവരെന്നിൽപ്പെട്ടവർ തന്നെ. എന്നോട് പിൻപറ്റിയവരൊക്കെ ജനങ്ങൾ അക്രമം കാണിച്ച കുറെ ആളുകളുണ്ട് അവരുടെ കൂട്ടത്തിൽ, എന്നോട് പിൻപറ്റിയവർ എന്നിൽപ്പെട്ടവരാണ്. വമൻ അസാനി ഫഇന്നക ഗഫൂറുർ റഹീം. എന്നോട് പിൻപറ്റാതെ എനിക്ക് എതിര് പ്രവർത്തിച്ചവരോ അവരുടെ വിഷയം നീ നോക്കിക്കോ. ഫഇന്നക ഗഫൂറുർ റഹീമാണ്, നീ റഹീമാണ്, ഗഫൂറാണ്, നീ പുറത്തു കൊടുക്കുന്നവനാണ്, കാരുണ്യം ചെയ്യുന്നവനാണ്. അതാ ആയത്ത് ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ അല്ലാഹ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇൻ തുഅദ്ദിബഹും ഫഇന്നഹും ഇബാദുക. നീ അവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ, നീ അവരെ ആക്രമിക്കുകയാണെങ്കിൽ അവർ നിന്റെ അടിമകൾ തന്നെ. ഫഇന്നക ഫഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ യോഗ്യനാണ്, നീ ഹിക്മത്തുള്ളവനാണ്. ഈ രണ്ട് ആയത്ത് ഓതിയിട്ട് നബി തങ്ങൾ വല്ലാതെ വിഷമിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, ഉമ്മത്തി, എൻ്റെ സമുദായം, എൻ്റെ സമുദായം എന്ന് പറഞ്ഞ് നബി തങ്ങൾ വല്ലാതെ വിഷമിക്കുകയാണ്. ഉടൻ അല്ലാഹു മലക്കുകളെ പറഞ്ഞയക്കുന്നു. എന്തേ വിഷയം? എൻ്റെ അടിമയുടെ അടുക്കൽ പോകുക. യാ ജിബ്രീൽ ഇദ്ഹബ് ഇലാ മുഹമ്മദ്, മുഹമ്മദിന്റെ അടുക്കലേക്ക് പോവുക. വറബ്ബുക അഅലമു, ഞാൻ നിങ്ങളുടെ റബ്ബാണ്, അഅലമായ റബ്ബാണ്. ഫസൽഹു മാ യബ്കീക, എന്തിനാ നബിയെ തങ്ങൾ കരയുന്നത് എന്ന് ചോദിച്ച് അന്വേഷിക്കൂ. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഉമ്മത്തികളുടെ കാര്യം ആലോചിച്ചിട്ട് കരഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അല്ലാഹു പറഞ്ഞില്ലേ, നബിയെ തങ്ങൾക്ക് ധാരാളം നമ്മൾ തരുമ്പോ തങ്ങൾ തൃപ്തിപ്പെടും കേട്ടോ. ഇന്നാ സതുർലീക ഫീ ഉമ്മതിക വലാ തസൂക. നബിയെ തങ്ങളുടെ ഉമ്മത്തിന്റെ വിഷയത്തിൽ തങ്ങൾ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നുണ്ട്, തങ്ങളെ നമ്മൾ മോശമാക്കൂല. തങ്ങൾ തൃപ്തിപ്പെടുവോളം തങ്ങൾക്ക് നമ്മൾ തരും നബിയെ. വലസൗഫ യുർലീക റബ്ബുക വലസൗഫ യുതീക റബ്ബുക ഫതർലാ. തങ്ങൾക്ക് നമ്മൾ തരുമ്പോൾ തങ്ങൾ തൃപ്തിപ്പെടും. ആ സ്ഥലത്ത് നബി തങ്ങൾ പറയാണ്, ലാ അർളി വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. ഞാൻ തൃപ്തിപ്പെടൂല. വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെങ്കിലും നരകത്തിലുണ്ട് എന്നറിഞ്ഞാൽ ഞാൻ തൃപ്തിപ്പെടൂല. എൻ്റെ എല്ലാ ഉമ്മത്തിനെയും സ്വർഗത്തിലേക്ക് എത്തിക്കണം, അതുവരെ എനിക്ക് തൃപ്തി വരൂല എന്ന് ഞാൻ പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കേൾപ്പിക്കുകയാണ്. ഓ ജനങ്ങളെ, ഇത്രയും കാരുണ്യം കാണിച്ച, നമ്മുടെ വിഷയത്തിൽ വല്ലാതെ വേദനിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ സ്നേഹം? അവിടുത്തെ ജന്മദിനത്തിൽ നമ്മൾ സന്തോഷിക്കണ്ടേ? അവിടുത്തേക്ക് നമ്മൾ
നമ്മൾ സ്വലാത്ത് ചൊല്ലണ്ടേ, അവിടുത്തെ നമ്മൾ തൃപ്തിപ്പെടുത്തണ്ടേ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ കേട്ടത് നീ പൊരുത്തപ്പെടണം അല്ലാ, ഞങ്ങൾ പറഞ്ഞത് പൊരുത്തപ്പെടണം അല്ലാ. ഞങ്ങളെ സർവ്വ അമലുകളും നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം അല്ലാ. റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. ആ നബി തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യസന്താനങ്ങൾ, അഹ്ലികാർ, ബന്ധുമിത്രാദികൾ, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവർത്തകർ മുഴുവൻ സ്നേഹജനങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.